ഗോവിന്ദ മാഷ് ഇരിക്കുന്നുണ്ട്. മാഷോടെ പറഞ്ഞു, മാഷേ എനിക്ക് നിങ്ങൾ ഈ നയത്തോടെ എനിക്ക് യോജിപ്പില്ല. മാഷോടെ തന്നെ പറഞ്ഞു, ഇതിനോട് എനിക്ക് യോജിപ്പില്ല. 3 തവണ MLA ആയിരിക്കും, 4ാമത്തെ തവണ ആ കസേരയിലേക്ക് ഭാര്യയെ പിടിച്ചിരിക്കുന്ന നയത്തോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ എന്നെ കിട്ടില്ല, എനിക്ക് സാധിക്കില്ല. കുറച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത്. എനിക്കാവില്ല, കാരണം എനിക്കിതിനോട് യോജിപ്പില്ല. കാരണം നിങ്ങൾക്ക് നമ്മളെ പാർട്ടിയുടെ ചരിത്രം എങ്ങനെയാണെന്ന് അറിയുമെന്നറിയില്ല. കാരണം 2 ടേം ആയാൽ പിന്നെ മത്സരം പാടില്ല എന്നാണ്. അങ്ങനെയാണല്ലോ ശംസീർ നടന്ന് ഒഴിവാക്കിയല്ലോ. എന്നാൽ ഇവിടെ എന്താ ഉണ്ടായത്? 2 ടേമല്ല, 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. എൻ്റെ ഭാര്യ അതിൻ്റെ അർത്ഥം എന്താ? 4ാമത് ഞാനായിരിക്കണം. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ആയതുകൊണ്ട് ആവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യനെ MLA ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നു. ഇതിനെ രൂക്ഷമായിട്ട് ഞാൻ എതിർത്തിട്ടുണ്ട്. എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.